നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എന്താണ് ചോദ്യങ്ങളില്ലാത്തത് എന്ന് ചോദിച്ചിരുന്നു. ചോദ്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ മറന്നു പോണതാട്ടോ. പിന്നെ ഓട്ടോമാറ്റിക്കലി ചോദ്യം മനസ്സിൽ വന്നാലേ അങ്ങനെ വരുള്ളൂ. അതങ്ങനെ വന്നില്ല, അതുകൊണ്ടാണ്. അതും ഗുരുവായൂരപ്പൻ്റെ ഒരു തീരുമാനമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇന്ന് ചോദ്യം എന്തായാലും ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. ഒപ്പം ഇന്നൊരു കഥ എന്തായാലും ഉണ്ട്. കഥയും പറഞ്ഞില്ല, അതുപോലെ തന്നെ ചോദ്യവും ചോദിച്ചില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇന്ന് കഥയും ഉണ്ട്, ഇന്നത്തെ ചോദ്യവും കേട്ടോളൂ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചോദ്യം, നമുക്ക് ഭക്തർ അയച്ചു തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. ധന്യപുത്തൂർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂരപ്പന് ലക്ഷ്മി നാരായണ പ്രതിമ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാമോ? പ്രതിമ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലക്ഷ്മി നാരായണ ആൾരൂപം എന്നാണ് ഞങ്ങളൊക്കെ പറയാറുള്ളത്. ആൾരൂപം എടുത്തു വയ്ക്കുന്നിടത്ത് ലക്ഷ്മി നാരായണ ആൾരൂപവും നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പം അത് ആൾരൂപം എടുത്തു വയ്ക്കുന്നത് പോലെ തന്നെ ലക്ഷ്മി നാരായണ ആൾരൂപം എന്ന് പറഞ്ഞ് വാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ സമർപ്പിച്ച് നമുക്ക് യഥാശക്തി എത്ര എമൗണ്ട് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും തുക നമുക്ക് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അതാണ് അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് മഞ്ജുള ഗോപിനാഥ് എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത 8-ാം തീയതി ശനിയാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ ശയനപ്രദക്ഷിണം കാലത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയൂ എന്ന്. മേ ബി ഈ ഒരു വീഡിയോ വരുന്നത് 8-ാം തീയതി വൈകുന്നേരം ആയിരിക്കാം. പക്ഷെ ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് പ്രീഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളിലേക്ക് ലേറ്റ് ആയിട്ടാവും എത്തുന്നുണ്ടാവുക. 8-ാം തീയതി രാവിലെ നേരത്തെ ആണെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് സാറ്റർഡേ ആണ്, അതിഭീകരമായ തിരക്കുണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിൽ വെച്ചോളൂ. കുറച്ച് നേരത്തെ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അതല്ലെങ്കിൽ അന്നത്തെ ദിവസം കോടതികളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരിക്കും. കാഴ്ചശിവേലി ഉണ്ടായിരിക്കും. കാഴ്ചശിവേലിയുടെ സമയം വരുന്നത് രാവിലെ 7 മണി തൊട്ട് 9:30 വരെയാണ്. ഈ ഒരു സമയത്തും വൈകുന്നേരം 3:30 മണി തൊട്ടിട്ട് 5:30 മണി വരെയാണ്. ഈ ഒരു സമയത്തും ശയനപ്രദക്ഷിണം അനുവദനീയമല്ല കേട്ടോ. അടുത്തതായിട്ട് സുന്ദരൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, പാലഭിഷേകത്തിൻ്റെ പ്രസാദം എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. അതായത് ആ പാല് നമുക്ക് തിളപ്പിക്കാൻ പാടുമോ, ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുമോ എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ പാൽ എന്തിനൊക്കെയാണോ ഉപയോഗിക്കുക അതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കാം, കാപ്പി ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ മുത്തശ്ശിയൊക്കെ പണ്ട് പാലഭിഷേകത്തിൻ്റെ പാല് കൊണ്ടായിരുന്നു കാപ്പി ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. അന്നൊക്കെ എനിക്ക് പാലഭിഷേകത്തിൻ്റെ പാല് കൊണ്ടുവന്നാൽ തിളപ്പിക്കാതെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിഷേകം ചെയ്ത പ്രസാദമായിട്ട് അതേപോലെ തന്നെ കട്ട് കുടിക്കുമായിരുന്നു. കാരണം തിളപ്പിക്കാതെ പാല് കുടിച്ചാൽ കുട്ടികൾക്ക് വയറുവേദന വരുന്നൊക്കെയാണല്ലോ പറയുക. പക്ഷെ അതുകൊണ്ട് ആരും കാണാതെ കട്ടെടുത്ത് പാല് കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അടുത്തതായിട്ട് ഉഷ മോഹൻലാൽ എന്ന ഒരു മിനിറ്റ് കേട്ടോ. പുലയുള്ളപ്പോൾ നാരായണീയം വായിക്കാൻ പറ്റുമോ എന്നാണ് സുമ ഉണ്ണി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പുലയുള്ളപ്പോഴോ വാലായ്മ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള സമയത്ത് ഭാഗവതം നാരായണീയവും ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒന്നും ഞാൻ ചൊല്ലാറില്ല. അതുകൊണ്ട് ചൊല്ലണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അതിന് എതിരായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, എതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമില്ല എന്നൊന്നും പറയണില്ല. എൻ്റെ തിയറി ഇതാണ്, ശുദ്ധമായിട്ട് മാത്രമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കേട്ടോ. അടുത്തതായിട്ട് രോഗശാന്തിക്ക് കൃഷ്ണനാട്ടം കളി ഏതാണ് നേരേണ്ടത്? സവിത പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും മറന്നുപോയി, ഒന്നുകൂടി പറയുമോ എന്നാണ് സീനാവാസൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. രോഗശാന്തിക്ക് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളിയാണ് കേട്ടോ ചീട്ടാക്കേണ്ടത്. വിഷബാധ ശമനം, രോഗശമനം എന്നിവയ്ക്കൊക്കെ കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളിയാണ് ചീട്ടാക്കേണ്ടത് കേട്ടോ.
ബിന്ദു ബി സി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത, ഭഗവാന്റെ ഓരോ ഭാവങ്ങളും സവിതയിലൂടെ നല്ല അറിവുകളാണ് കേൾക്കാൻ കഴിയുന്നത്. ഭഗവാന്റെ അടുത്ത് ഒന്ന് വന്ന് ഉച്ചപൂജ അലങ്കാരം കാണണമെന്നുണ്ട്, അത് എത്ര മണിക്കാവുമെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചപൂജ നട തുറക്കുന്നത് 12:30 മണിക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് ഉച്ചപൂജ നട തുറക്കുന്നത്. എന്നാൽ ഇതേ ഉച്ചപൂജയുടെ അലങ്കാരം നമുക്ക് പിറ്റേ ദിവസം നിർമാല്യം വരെയും കാണാൻ സാധിക്കും. കാരണം അലങ്കാരം അതിനിടയ്ക്ക് മാറ്റലില്ല. ഉച്ചപൂജയുടെ സമയത്ത് ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നിർമാല്യം വരെ അതേ അലങ്കാരത്തോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക. ഇതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയോ പുണ്യാഹം പറ്റുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം, ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി വരികയോ പുണ്യാഹം പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അലങ്കാരങ്ങളെല്ലാം മാറ്റുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് മീനു അഭിലാഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ കാറ് വാങ്ങി, അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിക്കണമെന്നുണ്ട്. ഇപ്പോൾ വരാൻ പറ്റില്ല, പിന്നീട് വന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പുത്തൻ കാറ് മാത്രമാണോ പൂജിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മറ്റെങ്ങോട്ടും ഓടിക്കാതെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ വന്ന് ആദ്യം, അങ്ങനെയാണ് മിക്കവാറും ആളുകൾ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ തന്നെ വേണം ഇന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ചോറ് കൊടുക്കാൻ വരുന്ന കുട്ടികളുടെ പോലെ തന്നെയാട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ ചോറ് കൊടുക്കുക ശരിക്കും നമ്മൾ 6 മാസത്തിലല്ലേ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. ഈ 6 മാസത്തിൽ നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പ്രായപരിധിയൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും വന്നിട്ട് ചോറ് കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് വാഹനം വാങ്ങിയ ഉടനെയാണ് സാധാരണ ചെയ്യാറെങ്കിലും വാഹനം വാങ്ങിയ ഉടനെ ചെയ്യാൻ പറ്റാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവന്ന് വാഹന പൂജ ചെയ്യാവുന്നതാണ്. മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങുന്ന വണ്ടികളുണ്ടല്ലോ, അതിനും പൂജ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ഓൺ റോഡ് കുറേ ഓടിയിട്ടുള്ള വണ്ടികളായിരിക്കുമല്ലോ. എന്നാൽ പോലും വാഹന പൂജ നേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് വാഹന പൂജ ചെയ്തോളൂ കേട്ടോ. പുത്തൻ വണ്ടി തന്നെ വേണം എന്ന് നിർബന്ധമില്ല. അടുത്തതായിട്ട് ബിന്ദു സദാനന്ദ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, അത്താഴ ശിവേലി എത്ര മണിക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 9:30 മണിയോടുകൂടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നതാണ് കേട്ടോ. ഏകദേശം 9 മണി കഴിഞ്ഞാൽ തന്നെ നാലമ്പലത്തിനകത്തേക്കുള്ള നമ്മളുടെ ഭക്തജനങ്ങളുടെ ആ ഒരു പ്രവേശനം നിർത്തിവെക്കും. അത് അന്നത്തെ ദിവസം 9 മണി വരെ നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് ദർശനം അനുവദിക്കുന്നതാവുള്ളൂ. അതിനുശേഷം പിന്നെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും. ആനപ്പുറത്തേക്ക് എഴുന്നള്ളുന്നത് 9:15 to 9:30 ഉള്ളിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ശിവേലിയുടെ സമയമാണ്. വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് അതിവിപുലമായ രീതിയിലുള്ള വിളക്കാണെങ്കിൽ കുറേ നേരം വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടാവും കേട്ടോ. 11:30 12 മണി വരെയൊക്കെ ഉണ്ടാവും. സാധാരണ വിളക്കാണെങ്കിൽ 10:30 മണിയോടുകൂടി വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തൃപ്പുകയും കഴിയും. അത് കഴിഞ്ഞാലാണ് ഭഗവതി അമ്മയുടെ അഴൽ വഴിപാട് നടത്തുക. അതിനുശേഷം കൃഷ്ണനാട്ടം കളി തുടങ്ങും കേട്ടോ. അടുത്തതായിട്ട് വലിയൊരു ചോദ്യം കേട്ടോ ചോദിച്ചിരിക്കുന്നത്, ഗിരിജ ദിനേശ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ദുഃഖം മാറാൻ എന്ത് ചെയ്യണം എന്ന്. ദുഃഖം മാറാൻ ഉണ്ണികൃഷ്ണനെ മുറുകെ പിടിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭഗവാനെ ഓരോ ഭക്തരും സമീപിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ ഒരാളും ഈശ്വരനെ അനുസ്മരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെങ്കിൽ ആരാണ് ഈശ്വരനെ ആലോചിക്കുക എന്ന് പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അങ്ങനെ അതിനെയൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും വലുതാവും തോറും എനിക്കും മനസ്സിലായ ഒരു സത്യം തന്നെയാണ് കേട്ടോ. പൂന്താനത്തിനെ ഉദാഹരിച്ചോളൂ, വലിയൊരു ദുഃഖം, പുത്രദുഃഖം കൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ സമീപിച്ചത്. മേൽപ്പത്തൂരിനെ എടുത്തു നോക്കിക്കോളൂ, വാതരോഗം, 25 വയസ്സിൽ നടക്കാൻ വയ്യാത്ത അതികഠിനമായ വേദന എന്ന ദുഃഖം കൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂരപ്പനെ സമീപിച്ചത്. കുറൂരമ്മയെ എടുത്തു നോക്കിക്കോളൂ, 16 വയസ്സിൽ വൈധവ്യം വന്ന് ഭവിച്ച ആ അമ്മയ്ക്ക് ഭഗവാൻ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഭഗവാനെ സമീപിച്ച ആളാണ് കുറൂരമ്മ. ഇങ്ങനെ ഏത് ഭക്തരെ എടുത്തു നോക്കിയാലും, ഉത്തമരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വലിയ ഏത് ഭക്തരെ എടുത്തു നോക്കിയാലും അവരുടെ പിന്നിലൊക്കെ വലിയ തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. ആ ദുഃഖത്തോടു കൂടിയിട്ടാണ് അവരോരോരുത്തരും ഗുരുവായൂരപ്പനെ സമീപിച്ചത്. അവരൊക്കെ ഗുരുവായൂരപ്പനെ സമീപിച്ചിട്ട് എന്താ ഉണ്ടായേ? അവരുടെയൊക്കെ ദുഃഖം മാറിയോ എന്ന് ചോദിച്ചാൽ സംശയമില്ല, അവരുടെയൊക്കെ ദുഃഖം 100% മാറി എന്ന് തന്നെയാണ് ഞാൻ പറയുക. മേൽപ്പത്തൂരിന്
ഇവിടെ വന്ന് ഭജനം ഇരുന്ന് ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ വാതരോഗം പൂർണ്ണമായും സുഖപ്പെടുകയും 80-ലധികം പ്രായം വരെയും അദ്ദേഹം സുഖമായി ജീവിക്കുകയും ചെയ്തു എന്നാണ് പറയാറുള്ളത്. പൂന്താനത്തിന് ഇവിടെ വന്ന് ഭജിച്ചതിന് ശേഷം ഒരിക്കൽ ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്രേ കഴിഞ്ഞു പോയ ഉണ്ണി എൻ്റെ അടുത്തുണ്ട്, പൂന്താനത്തിന് വേണോ എന്ന്. അപ്പോഴാണത്രേ അദ്ദേഹം പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, വേറെ ആരെയും എനിക്ക് വേണ്ട, എൻ്റെ ഗുരുവായൂരപ്പനെ മാത്രം മതി എന്ന് പറയാറാക്കി തന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതേമാതിരി തന്നെ 90-ലധികം വയസ്സായി ഭഗവാനെ, ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഭഗവാന്റെ അടുത്ത് നടയിൽ വന്ന് ഇവിടെ വന്ന് അങ്ങേ കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഗുരുവായൂരപ്പൻ എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഭക്തജനപ്രിയനായിട്ടുള്ള ഭഗവാൻ, ഭക്തപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തിനാ ദുഃഖിക്കണത്? ഒട്ടും ദുഃഖത്തിന്റെ ആവശ്യമില്ല. എന്താണോ ദുഃഖത്തിന് കാരണമായി വന്നത് ആ കാരണത്തിനെ ഗുരുവായൂരപ്പന് കൊടുക്കൂ, ഭഗവാനെ ഏൽപ്പിക്കൂ. എനിക്ക് ഇന്ന ദുഃഖമുണ്ട് ഉണ്ണി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കൂ. വായ തുറന്ന് ഗുരുവായൂരപ്പനോട് ചോദിക്കൂ. ഗുരുവായൂരപ്പന്റെ നാമസങ്കീർത്തനം ചെയ്യൂ, നമസ്കരിക്കൂ, നാരായണീയം വായിക്കൂ. ഇതിൽ പരം ദുഃഖം മാറ്റാൻ മറ്റൊരു വഴിയും എൻ്റെ കയ്യിലില്ല കേട്ടോ. ദുഃഖം മാറാൻ ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു മാസത്തിനൊക്കെ ആട്ടോ നാട്ടിൽ വരിക. ഈ ഒരു മാസത്തിൽ വരുന്ന അവര് മിനിമം ഒരു തവണയെങ്കിലും ഗുരുവായൂരപ്പനെ വന്ന് കാണാതിരിക്കാറില്ല. അകലെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം തുടങ്ങി കുറച്ച് ദൂരെ ജില്ലകളിലുള്ള ആളുകളാണെങ്കിലും തെക്കോട്ടാണെങ്കിലും കണ്ണൂർ, കാസർഗോഡ് എന്ന് വരെയുള്ള ആളുകൾ ഇവിടെ വടക്കോട്ടാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, തെക്കോട്ടാണെങ്കിൽ കോട്ടയം, അങ്ങനെയുള്ള ദൂരത്ത് നിന്ന് പോലും ഒരു തവണയെങ്കിലും ഗുരുവായൂരപ്പനെ വന്ന് കണ്ടിട്ടാണ് അവർ തിരിച്ചു പോവാറ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള എനർജിയാണത് എന്നാണ് അവർ പറയാറുള്ളത്. ഒരു തവണ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കണ്ടു തൊഴുതാൽ ഒരു വർഷത്തേക്കുള്ള എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ഭഗവാൻ ചില്ലറക്കാരനല്ല കേട്ടോ. വലിയ 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 ആളാണ് ഭഗവാൻ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആ ദുഃഖഹന്താവാണ് അദ്ദേഹം. ദുഃഖഹന്താവിനെ മുറുകെ പിടിച്ചോളൂ. ഇനി ഒരിക്കൽ കൂടി ഗിരിജ ചേച്ചിക്ക് മെസ്സേജ് അയക്കാൻ പറ്റട്ടെ, എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി എൻ്റെ ഉണ്ണികൃഷ്ണൻ എല്ലാം മാറ്റി തന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജിനും കൂടി ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഭജനം ഇരിക്കാൻ ഭഗവതിക്കെട്ടിലൂടെ കയറാൻ പറ്റുമോ അതോ ക്യൂ നിൽക്കണോ എന്നാണ്. ഭഗവതിക്കെട്ടിലൂടെയോ പടിഞ്ഞാറ് വശത്തുകൂടെയോ എവിടെ വേണമെങ്കിലും ഏത് വഴിയിൽ വേണമെങ്കിലും കയറിയിട്ട് നമുക്ക് ചുറ്റമ്പലത്തിൽ ഭജന ഇരിക്കാം. നാലമ്പലത്തിനകത്തേക്ക് ദർശനം വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ കിഴക്കേ നടയിലെ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇത് തന്നെ നെയ്വിളക്കിൻ്റെ ഷീട്ടെടുത്ത് കയറുകയാണെങ്കിൽ നമുക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പടിഞ്ഞാറേ വശം വഴിയോ അതല്ലെങ്കിൽ ഭഗവതിക്കെട്ട് വഴിയോ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇന്ന് എൻ്റെ ചോദ്യത്തിലേക്ക്. അപ്പോൾ ഇന്നത്തെ ചോദ്യം 3 ദിവസമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നാണല്ലോ പരാതി. ഇപ്പം 3 ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ ഏറ്റവും ആദ്യം വധിച്ചത് ആരെയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. ഏറ്റവും ആദ്യം വധിച്ചത് ആരെയാണ്? രണ്ടാമത്തെ ചോദ്യം, കാറ്റായി വന്ന അസുരന്റെ പേരെന്താണ്? മൂന്നാമത്തെ ചോദ്യം, വാഹനത്തിന്റെ രൂപത്തിൽ വന്ന അസുരന്റെ പേരെന്താണ്? 3ഉം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്കറിയാം വലിയ വലിയ കെട്ടി ചോദ്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യമായിട്ട് വധിച്ചത് ആരെയാണ്? അതേപോലെ തന്നെ കാറ്റായി വന്ന അസുരന്റെ പേരെന്താണ്? വാഹനത്തിന്റെ രൂപത്തിൽ, വണ്ടിയുടെ രൂപത്തിൽ വന്ന അസുരന്റെ പേരെന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് വിചാരിക്കുന്നു. അറിയുന്നതൊക്കെ പറയൂ കേട്ടോ. അറിയാത്തവര് ഉത്തരത്തിനായി നാളത്തെ വീഡിയോ മറക്കാതെ കാണൂ. അപ്പൊ ഇന്നത്തെ കഥയിലേക്ക് പോവാം അല്ലെ. ഇന്നത്തെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥ തന്നെ ആയിരിക്കും കേട്ടോ. എന്നാലും പറയാണ്, മഹാഭാരത യുദ്ധം നടക്കാൻ തീരുമാനമായ സമയത്ത് പാണ്ഡവപക്ഷവും കൗരവപക്ഷവും എന്ന 2 വിഭാഗങ്ങളായി തിരിഞ്ഞ സമയത്ത് പാണ്ഡവന്മാരും കൗരവന്മാരും അവരവരുടെ കൂടെ ആരൊക്കെ അണിചേരും എന്നറിയാനായിട്ട് നാനാദിക്കിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജാക്കന്മാരോടും സംഭാഷണം, ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് ചേരുമോ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദ്വാരകയിൽ പോകാനും കൃഷ്ണനെ
തങ്ങളുടെ പക്ഷത്തേക്ക് വരുത്താനും ഇരുകൂട്ടരും തീരുമാനിക്കുന്നത്. ശകുനിയായിരുന്നു അത്രേ ദുര്യോധനന് ഈ ഒരു ആശയം ഉപദേശിച്ചു നൽകിയത്. അതായത് കൃഷ്ണനെ പോയി വിളിച്ചു കൊണ്ടുവരണം, നമ്മുടെ ഭാഗത്താക്കണം എന്ന് പറയാൻ ശകുനിയാണ് അത്രേ ദുര്യോധനനെ പറഞ്ഞേൽപ്പിച്ചത്. അതേസമയം തന്നെ പാണ്ഡവ പക്ഷത്തിൽ നിന്ന് അർജുനനാണ് കൃഷ്ണനെ കാണാൻ ഞാൻ പോകാം എന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഇവര് രണ്ടുപേരും, അർജുനൻ എപ്പോഴാണോ ദ്വാരകയിൽ എത്തുന്നത് അതിന് മുൻപായിട്ട് എത്തണം എന്ന് ശകുനി പറഞ്ഞ് ചട്ടം കെട്ടിയതിന് പ്രകാരം ദുര്യോധനൻ വളരെ സ്പീഡിൽ തേരോടിച്ച് ദ്വാരകയിൽ എത്തുകയാണ്. ദ്വാരകയിലെത്തിയ അദ്ദേഹം ഏതാനും ചില നിമിഷങ്ങൾക്ക് മുൻപ്, അതായത് അർജുനൻ വരുന്നതിന് ഏതാനും ചില നിമിഷങ്ങൾക്ക് മുൻപായിട്ട് ദ്വാരകയിൽ എത്തിയിട്ടോ. ആ സമയത്താണ് അർജുനൻ കയറി വരുന്നത്. ദുര്യോധനൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ആദ്യം എത്തിയത്, അതുകൊണ്ട് കൃഷ്ണൻ എന്തായാലും എന്നോടൊപ്പം വരണം, അതാണല്ലോ നിയമം, ഞാനല്ലേ ആദ്യം സഹായം അഭ്യർത്ഥിച്ച് വന്നിരിക്കുന്നത് എന്ന്. അർജുനനൊന്നും മിണ്ടിയില്ല, ചിരിച്ചതേ ഉള്ളൂ അദ്ദേഹം. ആ സമയത്ത് കൃഷ്ണന്റെ അവിടെ അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ദ്വാരകയിലെ ദ്വാരപാലകരിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാൻ ഉറക്കത്തിലാണ്, അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ഇവരെ അങ്ങനെ വെയിറ്റിംഗ് റൂമിലൊന്നും ഇരുത്താൻ പറ്റില്ല, കാരണം രണ്ടുപേരും ബന്ധുക്കളാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശയനമുറിയിൽ തന്നെ ഇവരോട് പറഞ്ഞു വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭഗവാനാണെങ്കിലോ അവിടെ ആനക്കൊമ്പിൽ തീർത്ത കട്ടിലില് വിശ്രമിക്കുകയാണ് കേട്ടോ. അദ്ദേഹം കിടന്നുറങ്ങാണ്. ആ ഉറങ്ങുന്ന സമയത്ത് അവിടെ നല്ലൊരു സിംഹാസനം, അത് നല്ലൊരു എന്താ പറയുക ഇരിപ്പിടം ഭഗവാന്റെ ആ ഒരു കട്ടിലിന്റെ തലയുടെ ഭാഗത്തായിട്ട് നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലും ഉണ്ടാവും അല്ലേ, ബെഡ്റൂമിൽ ഒരു ചെയർ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു ചെയർ അവിടെ ഉണ്ട്. നല്ലൊരു ചെയർ കണ്ടതും വേഗം ദുര്യോധനൻ അതിൽ കയറിയിരുന്നു. അർജുനൻ പിന്നാലെയാണ് വരുന്നത്. അർജുനൻ നോക്കുമ്പോൾ ദുര്യോധനൻ അവിടെ കാലൊക്കെ കയറ്റി വെച്ച് ഭഗവാന്റെ ആ തലയുടെ വശത്തായിട്ടുള്ള ആ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹം നേരെ ചെന്ന് ഭഗവാന്റെ കാൽക്കലിൽ ആ കട്ടിലിലായിട്ട് ഇരുന്നു തൊഴുതുകൊണ്ടാണ് ഇരിക്കുന്നത്, ഭഗവാൻ ഉണരാനായിട്ട്. ഏതാനും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കള്ളകൃഷ്ണൻ കണ്ണു തുറന്നു നോക്കിയിട്ടോ. കണ്ണു തുറന്നതും ആദ്യം കാണുന്നത് അർജുനനെയാണ്. അർജുനനെ കണ്ടതും അദ്ദേഹം എഴുന്നേറ്റ് എപ്പോഴാ വന്നത് എന്ന് ചോദിച്ച അർജുനനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അർജുനൻ സന്തോഷപൂർവ്വം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ദുര്യോധനൻ അക്ഷമനായിട്ട് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഭാവഭേദവും ഇല്ലാതെ, അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടത് അർജുനനാണ് എന്ന ഭാവവും ഒന്നും വെക്കാതെ ദുര്യോധനനോടും ഇതേപോലെ അദ്ദേഹം ആ ഒരു എല്ലാ എന്താ പറയുക വന്നു കയറുന്ന ആ വിസിറ്റേഴ്സിനൊക്കെ നമ്മൾ എങ്ങനെയാ വെൽക്കം ചെയ്യുക, അങ്ങനെ അദ്ദേഹം വെൽക്കം ചെയ്തു കേട്ടോ. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് ഇത്തിരി സമാധാനമായി. അപ്പൊ ദുര്യോധനനോടും അർജുനനോടും പറഞ്ഞു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇങ്ങനെ യുദ്ധം തീരുമാനമായപ്പോൾ ഞങ്ങൾ ഓരോ ആളുകളെയായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് ഞങ്ങളുടെ പക്ഷത്ത് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങേ ഞങ്ങളുടെ പക്ഷത്താക്കണം എന്ന ഉദ്ദേശം വെച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. കൃഷ്ണൻ കുറച്ചു നേരം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, ദുര്യോധനൻ അപ്പൊ തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണ് ആദ്യം എത്തിയത്, അർജുനൻ എത്തുന്നതിന് മുൻപ് ഞാനാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ എൻ്റെ പക്ഷത്താണ് അങ്ങ് ഉണ്ടാവേണ്ടത് എന്ന്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ ആദ്യം വന്നു എന്ന് കരുതി അവരുടെ പക്ഷത്ത് നിൽക്കണം എന്നില്ലല്ലോ എന്ന്. ഞാനാണെങ്കിലോ ഉറങ്ങുമായിരുന്നു, കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ് എന്ന് കരുതി ഞാൻ ഒരിക്കലും ദുര്യോധനനല്ല ആദ്യം വന്നത് എന്നൊന്നും പറയണില്ല കേട്ടോ. അങ്ങ് നുണയൊന്നും പറയില്ല, എനിക്കറിഞ്ഞൂടെ, അങ്ങ് തന്നെ ആയിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക, പക്ഷേ ഞാൻ കണ്ടത് അർജുനനാണ് ആദ്യം വരുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനനാണെങ്കിൽ അങ്ങയേക്കാൾ പ്രായത്തിൽ താഴെയാണ്. അപ്പൊ അർജുനനോട് ഞാൻ ആദ്യം ചോദിക്കുന്നു, എനിക്ക് സമന്മാരായ ഒരു അക്ഷോഹിണി പട തന്നെ എൻ്റെ കയ്യിലുണ്ട്. നാരായണന്മാരാണ്, നാരായണ സേന എന്നാണ് ആ സേനയുടെ പേര്. അപ്പോൾ എനിക്ക് സമന്മാരാണ് അതിലെ ഓരോ യോദ്ധാക്കളും, അത്രയും ട്രെയിൻഡ് ആണ് അവരെല്ലാവരും. അവരൊരു പക്ഷത്തുണ്ട്, അപ്പുറത്തായിട്ട് ഞാനുണ്ട്, എന്നാൽ ഞാൻ നിരായുധനാണ്, ഞാൻ എൻ്റെ ആയുധങ്ങളൊന്നും ഒരിക്കലും തൊടുക പോലും ചെയ്യില്ല, യുദ്ധവും ചെയ്യില്ല. ഇതിൽ രണ്ടിൽ ഏതാണ് അർജുനന് ആവശ്യം എന്ന് ഇപ്പോൾ തീരുമാനിച്ചോളൂ എന്നാണ് അർജുനനോട് പറഞ്ഞത്. അർജുനന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ്
അങ്ങ് മാത്രം മതി ഞങ്ങൾക്ക്, വേറൊന്നും വേണ്ട. നാരായണ സേനയോ എത്രയോ അക്ഷോഹിണികളോ എന്തോ ആയിക്കോട്ടെ, അങ്ങുണ്ടോ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അർജുനന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഭഗവാൻ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ദുര്യോധനനെ നോക്കിയിട്ട്, എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനൻ എന്താ പറയാ, ലോട്ടറി അടിച്ച സന്തോഷം എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് സന്തോഷമായി ഇത്രേ. ആയുധമെടുക്കാതെ കൃഷ്ണനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ആയുധമുള്ള കൃഷ്ണനാണെങ്കിൽ ഇവർ ജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആയുധമെടുക്കാത്ത കൃഷ്ണനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അല്ലെങ്കിലും സാത്വികത ഉള്ളിലില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചിന്തിക്കാനുള്ള ഒരു രീതി ഇതാണ് കേട്ടോ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ നിർത്തും. ഒരു പ്രയോജനവും ഇല്ലേ, അവരെ നമുക്ക് എന്തിനാ ആവശ്യം എന്ന് പറഞ്ഞ് നിമിഷം എടുത്ത് പുറത്തേക്ക് കളയും. അതാണ് അവരുടെ ഒരു ചിന്ത എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതേമാതിരി തന്നെയാണ് അത്ര ദുര്യോധനനും ഉണ്ടായത്. ഈ സൈന്യം മാത്രം മതി എനിക്ക് എന്ന് ദുര്യോധനനും പറഞ്ഞു, എന്നാൽ അങ്ങ് മാത്രം മതി എനിക്ക് എന്ന് അർജുനനും പറഞ്ഞു എന്നാണ് കഥ. അപ്പൊ ഭഗവാനെ കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അർജുനനെ പോലെ ആവുക വേണ്ടത്. ഭക്തി മാത്രം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കുക മാത്രം. ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായേ? ദുര്യോധനൻ ഭഗവാനെ വിളിച്ചു, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അർജുനനും വിളിച്ചു. എന്താണ് വേണ്ടത്? മനസ്സ് നിറയെ ഭഗവാനോട് ഭക്തിയാണ് വേണ്ടത് വിളിക്കുമ്പോൾ. അത് മാത്രം പോരാട്ടോ, വിനയവും കൂടി വേണമെന്നാ പറയാ. വിനയപൂർവം ആരാണോ ഭഗവാനെ സമീപിക്കുന്നത് അവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. അത് ഉറപ്പന്നെയാണ്. ഉള്ളിലൊരു വിനയം സൂക്ഷിച്ചുകൊണ്ട് ഞാനാണ് എല്ലാത്തിലും മേലെ എന്ന ഭാവം ഇല്ലാതെ ആരാണോ ഗുരുവായൂരപ്പനെ സമീപിക്കുന്നത് അവരെ ഒരിക്കലും ഗുരുവായൂരപ്പൻ കൈവിടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശിരസിന്റെ ഭാഗത്തായിട്ട് ഒരു സിംഹാസനം ഇരിപ്പിടം ഉണ്ടായിരുന്നപ്പോൾ അതിൽ കയറിയിരുന്ന് കൃഷ്ണനെ കാത്തിരിക്കുന്ന ബന്ധുവായിട്ടാണ് ദുര്യോധനൻ അവിടെ ഉണ്ടായിരുന്നത് അല്ലെ. എന്നാൽ അർജുനനോ അദ്ദേഹത്തിന്റെ പാദത്തിൽ ശരണം പ്രാപിച്ച ഒരു ഭക്തന്റെ രൂപത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആരുടെ കൂടെയാ ഭഗവാൻ നിന്നത്? തീർച്ചയായിട്ടും ഭക്തന്റെ കൂടെയാണോ ഭഗവാൻ നിൽക്കുക? ഭക്തന്റെ കൂടെ മാത്രമേ ഭഗവാൻ നിൽക്കുള്ളൂ എന്ന ഒരു സന്ദേശമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വിനയപൂർവ്വം സ്നേഹിച്ചോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണനെ, ഒരിക്കലും കൈവിടില്ല നമ്മുടെ ഉണ്ണികൃഷ്ണൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ജഗന്നിവാസ കരുണാമുരാരേ, മുകുന്ദ ഭക്ത പ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങൾ അകന്നു പോവാൻ വരം തരേണേ ഗുരുവായൂരപ്പ. ജഗന്നിവാസ കരുണാമുരാരേ, മുകുന്ദ ഭക്ത പ്രിയ വാസുദേവ, വരുന്ന ദുഃഖങ്ങൾ അകന്നു പോവാൻ വരം തരേണേ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.